പ്രിയമിത്രമേ, ഇത് ഒരു സ്വതന്ത്ര കഥയുടെ നാടകാവിഷ്കാരമാണ്. ഭൂമിയെ ഉഴുതുമറിച്ച് വിത്തുപാകി വിളവെടുപ്പിന്റെ സ്വപ്നലോകത്ത് ജീവിക്കുന്ന ഒരു പറ്റം കർഷകരുടെ കൂട്ടായ്മയുടെ കൊച്ചുകഥ പറയുകയാണ്. ഇവിടെ അവരുടെ സ്വപ്നങ്ങളും ത്യാഗങ്ങളും നൊമ്പരങ്ങളും ഈ കഥ പറഞ്ഞു വെക്കുന്നു. ദയവായി അനുഗ്രഹിച്ചാൽ ഒരു ഉണർത്തുപാട്ട്. ഒന്നാം കണ്ടത്തിൽ കളിക നിരത്തി തകതൈതോം ചെയ്താര. ഒന്നാം കണ്ടത്തിൽ കളിക നിരത്തി തകതൈതോം ചെയ്താര. രണ്ടാം കണ്ടത്തിൽ കൈത നിരത്തി തകതൈതോം ചെയ്താര. രണ്ടാം കണ്ടത്തിൽ കൈത നിരത്തി തകതൈതോം ചെയ്താര. മൂന്നാം കണ്ടത്തിൽ ഞാറു നിരത്തി തകതൈതോം ചെയ്താര. മൂന്നാം കണ്ടത്തിൽ ഞാറു നിരത്തി തകതൈതോം ചെയ്താര. നാലാം കണ്ടത്തിൽ നെല്ലു വിതച്ച് തകതൈതോം ചെയ്താര. നാലാം കണ്ടത്തിൽ നെല്ലു വിതച്ച് തകതൈതോം ചെയ്താര. കൈതപ്പൂറം കേറി നില്ലടി പെണ്ണെ തകതൈതോം ചെയ്താര. കൈതപ്പൂറം കേറി നില്ലടി പെണ്ണെ തകതൈതോം ചെയ്താര. കൈതമറിയുമ്പം പെണ്ണും അറിയും തകതൈതോം ചെയ്താര. കൈതമറിയുമ്പം പെണ്ണും അറിയും തകതൈതോം ചെയ്താര. വിത്തുവിതക്കിളി കൊയ്തെടുക്കടി നേരം പോയടി പെണ്ണാളെ. വിത്തുവിതക്കിളി കൊയ്തെടുക്കടി നേരം പോയടി പെണ്ണാളെ. വിത്തുവിതക്കിളി കൊയ്തെടുക്കടി നേരം പോയടി പെണ്ണാളെ. നേരം പോയടി പെണ്ണാളെ. എന്റെ ഉടയോൻ പോയേ, എന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ പോയേ, എന്റെ കരുണേട്ടൻ പോയേ. സാവിത്രി, എന്താ എന്താ കർണൻ എന്നാ പറ്റി? രാവിലെ പിള്ളേര് സ്കൂളിലേക്ക് പോകാൻ നേരം പതിവില്ലാതെ കുട്ടികളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ടാ ഞാൻ പശുവിനെയും കൊണ്ട് പറമ്പിലേക്ക് പോയത്. തിരിച്ചു വന്ന് വീട്ടിലേക്ക് കയറിയപ്പോ കണ്ടത് കരുണേട്ടൻ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നു. എന്റെ കൂട്ടുകാരാ, ഇന്നലെ നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ നിന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. എന്റെ ആശ്വാസവാക്കുകൾ കേട്ട് സന്തോഷത്തോടെയല്ലേ നീ പോയത്? പിന്നെ പിന്നെ എന്തിനു നീ ഇത് ചെയ്തു? എന്റെ റബ്ബേ, ചതിച്ച എന്റെ കരുണ, നീ എന്തിനിത് ചെയ്ത്? വിത്ത് വിതച്ച് വിളവെടുക്കാൻ മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു നല്ല കർഷകനായിരുന്നു കരുണേട്ടൻ. ഏതാപത്തിലും ഏത് പ്രതിസന്ധിയിലും നമ്മോടൊപ്പം നിൽക്കാൻ സന്മനസ്സുള്ള ഒരു സഹോദരനായിരുന്നു കരുണേട്ടൻ. കൃഷിയെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള ആളായിരുന്നു നമ്മുടെ കരുണേട്ടൻ. നിർത്തിൻ. ഇത്രയൊക്കെ കഴിവും കരുതലും ഉണ്ടായിട്ടും കരുണൻ എന്തിന് ആത്മഹത്യ ചെയ്തു? പരിസ്ഥിതി, വന്യജീവി ആക്രമണം, വെള്ളപ്പൊക്കം, ഇക്കാരണത്താൽ വിളവ് നശിക്കുന്നു. ഇതിൽ നിന്നെല്ലാം കർഷകന് മോചനം വേണ്ടേ? അതിന് ആത്മഹത്യ ഒരു പരിഹാരമല്ല. പുതിയ ഉണർവ് വേണം, ആശയം വേണം. രക്ഷിക്കൂ, കർഷകരെ രക്ഷിക്കൂ. ഒരു ഉണർത്തുപാട്ട്. ശങ്കുണ്ണി, ഇത്തവണ നമ്മുടെ കൃഷിഫലം ബഹുകേമം തന്നെ. പത്തായപ്പൂരൊക്കെ നിറഞ്ഞിരിക്കുന്നു. അതെ അതെ യജമാനെ, ഇനിയും കുറെ പേർ കൃഷിഫലം വിൽക്കാൻ വരുന്നുണ്ട്. പക്ഷേ അവരുടെ ഇടയിൽ ഒരു സംസാരം കേൾക്കുന്നുണ്ട്. എന്തു സംസാരം? അല്ല, അവരുടെ കൃഷി ഉൽപ്പന്നങ്ങൾക്ക് അങ്ങ് വേണ്ടത്ര വില നൽകുന്നില്ല എന്നൊരു പരാതിയുണ്ട്. ആർക്കാടോ പരാതി? അങ്ങനെ പരാതിയുള്ള ചെറ്റകളുടെ ഒരു സാധനവും നാം വാങ്ങില്ല. ദൂരെയുള്ള പട്ടണങ്ങളിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ അവറ്റകളോട്. അതിന് പറ്റാത്തത് കൊണ്ടല്ലേ ഇവിടെ കൊണ്ടുവരുന്നത്.
നാം നാട്ടുകാർക്കൊരു സഹായം ചെയ്യുന്നു. ഇന്നാട്ടിലെ കർഷക തെണ്ടികൾ കൊണ്ടുവരുന്ന ചക്കയും മാങ്ങയും അടക്കയും ഏത്തനും കപ്പയും പയറും മാങ്ങയും ഒക്കെ നാം ഒരു വിലയിട്ട് വാങ്ങുന്നു. അതവർക്ക് വലിയ സഹായമല്ലേ? ഉവ്വ ഉവ്വ. എന്താടോ തനിക്കൊരു പുച്ഛം? അല്ല, യജമാനൻ വലിയ വിലയ്ക്കത് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നു. അതാ അവരുടെ ഇടയിലുള്ള സംസാരം. അതെ, അതാണ് എന്റെ മിടുക്ക്. ഇതേ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്റെ അപ്പനും അപ്പന്റെ അപ്പനും തുടങ്ങി വെച്ചതാ. ഞാനും അത് പാലിക്കുന്നു. യജമാനെ ഒരു 400 ഏത്തക്കൊല കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങൊന്ന് മാന്യമായ വില തരണം. അതെന്താടോ മാന്യമായ വിലയല്ല ഞാൻ ഇതുവരെ തന്നിട്ടുള്ളത്? അല്ല അങ്ങുന്നേ, മരിച്ചുപോയ കരുണന്റെയാ ഈ കൊല. മാന്യമായ വില കിട്ടിയില്ലെങ്കിൽ അടുത്ത കൃഷി ഇറക്കാൻ കരുണന്റെ പെണ്ണിന് കഴിയില്ല. ഞാൻ നോക്കട്ടെ. ഡോ പോയി നോക്കടോ. കായ്ക്ക് നല്ല വിളവും മുഴുപ്പും ഉണ്ടോന്ന് ശരിക്കും നോക്കണം. മാത്രമല്ല എണ്ണി നോക്കണം. കൂടിയാലും കുറയരുത്. ഉം 400 ഏത്തക്കൊല 20 രൂപ വെച്ച് 4 2 8 ഒരു 8000 രൂപ തരാം. അയ്യോ, അത് തീരെ കുറഞ്ഞു പോയ അങ്ങുന്നേ. എങ്കിൽ വേറെ കൊണ്ടുപോയി കൊടുക്കടോ. ഈ വിലയാണെങ്കിൽ മതി. യജമാനെ ഒരു 10,000 രൂപ തികച്ചു തരില്ലേ? ഒരു വിധവയെ സഹായിക്കാനാണ്. ദേ എനിക്കിങ്ങനെ യാചിക്കുന്നത് ഇഷ്ടമല്ല. ഒരു വില ഒരു വാക്ക്. ശരി അങ്ങുന്നേ, സമ്മതിച്ചു. അത് ശങ്കുണി വരൂ, ഇപ്പോൾ തന്നെ അവരുടെ രൂപ കൊടുത്തേക്കൂ. അങ്ങുന്നേ, യജമാനെ, അല്ല രണ്ടുപേരും ഉണ്ടല്ലോ. എന്താ സഞ്ചിയില്? കുറച്ച് കുരുമുളകാണേ. ഇതിലെ ഏലക്കായ. രണ്ടിനും വലിയ വിലയൊന്നുമില്ല. ഏതായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് 200 രൂപ തരാം. അയ്യോ, അത് തീരെ കുറഞ്ഞു പോയല്ലോ. എങ്കിൽ വേണ്ട, എനിക്കല്പം തിരക്കുണ്ട്. അങ്ങത്തെ ഇവിടെ അല്ലാതെ ഞങ്ങൾ വേറെ എവിടെ കൊണ്ട് കൊടുക്കാനാ? അതുകൊണ്ട് യജമാനനെ ഇതിനല്പം കൂടെ വില കൂട്ടി തരണേ. ഇല്ല, ഇതിൽ കൂടുതൽ തരാൻ നിവൃത്തിയില്ല. വേണമെങ്കിൽ സാധനം ഇവിടെ വെക്കുക, അല്ലെങ്കിൽ തിരികെ കൊണ്ടുപോവുക. ഒരു വാക്ക് ഒരു വില, അതാണ് എന്റെ നീതി. ഇതെന്ത് നീതിയാണ് അങ്ങുന്നേ? ഞങ്ങളെ പോലെയുള്ള പാവങ്ങളെ ചൂഷണം ചെയ്യുന്നതാണോ അങ്ങയുടെ നീതി? തുച്ഛമായ പിച്ചക്കാശ് തന്നിട്ട് അങ്ങ് കൂടുതൽ കൊള്ളലാഭം കൊയ്യുന്നു. ഇത് നീതിയാണോ അങ്ങുന്നേ? നിർത്തടി. ഞാൻ കൊള്ളലാഭം കൊയ്യുന്നു എന്നോ? അതെന്റെ മിടുക്ക്. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഞാൻ ചെയ്യുന്ന സഹായം നിങ്ങൾക്ക് ചൂഷണമായി തോന്നുന്നുവെങ്കിൽ ഇന്നു മുതൽ ഒരുത്തനും എന്റെ വീട്ടുമുറ്റത്ത് വരരുത്. ഇതെന്റെ കൽപ്പന. ഭൂമിയെ ഉഴുതുമറിച്ച് ഫലപുഷ്ടിയാക്കി വിത്ത് വിതച്ച് വിളവെടുക്കുന്ന എൻ്റെ കർഷക സഹോദരങ്ങളെ, നിങ്ങളോടൊരു ചോദ്യം. ആരുടെ മുന്നിലാണ് നിങ്ങളിങ്ങനെ തളർന്നിരിക്കുന്നത്? നിങ്ങളെ ചൂഷണം ചെയ്യുന്ന
അധികാരവർഗത്തോടോ ഉരുൾപൊട്ടലിലൂടെയും വെള്ളപ്പൊക്കത്തിലൂടെയും കൃഷിയെ നശിപ്പിക്കുന്ന പ്രകൃതിയോടോ കൃഷിയിടങ്ങളെ ഉഴുതുമറിച്ച് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വന്യമൃഗങ്ങളോടോ സത്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് തോൽപ്പിക്കുന്നത്. ആരാണ് നിങ്ങൾ? ഞങ്ങൾ കർഷകരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ നിങ്ങൾ ആരാണ്? ഞാൻ ഇൻഫാം എന്ന കർഷക സംഘടനയുടെ പ്രതിനിധി. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനാകും. നിങ്ങൾ ഈ മണ്ണിൽ വിളയിക്കുന്ന ഏത് ഉൽപ്പന്നങ്ങളും അർഹിക്കുന്ന വില നൽകി കർഷകരെ കരകയറ്റാൻ ഈ സംഘടന എന്നും നിലകൊള്ളുന്നു. ഇനി ഒരു കർഷകനും ഇവിടെ ആത്മഹത്യ ചെയ്യരുത്. കൂട്ടരെ, ഒരു പ്രതീക്ഷയാണ് ഇദ്ദേഹം നമുക്ക് നൽകിയത്. അതെ, ഇല്ല, നിങ്ങൾക്കതിന് കഴിയില്ല. എന്നെ പോലെയുള്ള ജന്മിത്വം അതിന് സമ്മതിക്കില്ല. എങ്കിൽ നീ നശിക്കണം. കർഷകർ രാജ്യത്തിന്റെ പ്രകാശമാണ്. കർഷകർ ഒരു രാഷ്ട്രത്തിന്റെ പ്രതീക്ഷയാണ്. അവരെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ആ രാജ്യം നശിക്കും. ജന്മിത്വം തുലയട്ടെ, കർഷകർ ജീവിക്കട്ടെ. ഒന്നാം കണ്ടത്തിൽ കളിക നിരത്തി തകതീതവും ചെയ്താര. ഒന്നാം കണ്ടത്തിൽ കളിക നിരത്തി തകതീതവും ചെയ്താര. രണ്ടാം കണ്ടത്തിൽ കൈത നിരത്തി തകതീതവും ചെയ്താര. രണ്ടാം കണ്ടത്തിൽ കൈത നിരത്തി തകതീതവും ചെയ്താര. മൂന്നാം കണ്ടത്തിൽ ഞാറു നിരത്തി തകതീതവും ചെയ്താര. മൂന്നാം കണ്ടത്തിൽ ഞാറു നിരത്തി തകതീതവും ചെയ്താര. നാലാം കണ്ടത്തിൽ നെല്ലു വിതച്ച് തകതീതവും ചെയ്താര. നാലാം കണ്ടത്തിൽ നെല്ലു വിതച്ച് തകതീതവും ചെയ്താര. കൈതപ്പൂറം കേറി നില്ലടി പെണ്ണെ തകതീതവും ചെയ്താര. കൈതപ്പൂറം കേറി നില്ലടി പെണ്ണെ തകതീതവും ചെയ്താര. കൈതമറിയുമ്പം പെണ്ണും മറിയും തകതീതവും ചെയ്താര. കൈതമറിയുമ്പം പെണ്ണും മറിയും തകതീതവും ചെയ്താര. വിത്തുവിതക്കിളി കൊയ്തെടുക്കടി നേരം പോയടി പെണ്ണാളെ. 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 നേരം പോയടി പെണ്ണാളെ. നേരം പോയടി